ഞാൻ പാറ വന്നിട്ടുണ്ട്, തട്ടിന്റെ പണി ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് പണി ചെയ്തിട്ടുണ്ട്. എന്തോ ആശയമാണ്. ഞാൻ കക്കാൻ പാടില്ല, മോട്ടിക്കാൻ പാടില്ല, പിടിച്ചു പറിക്കാൻ പാടില്ല. ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ എന്നെ പണിയാവുന്ന പരമാവധി അങ്ങേ അറ്റത്ത് ഇങ്ങേ അറ്റത്തും പണിതു. കൊട്ടാരക്കര മടുത്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു. അവസാനം ലാസ്റ്റ് നമ്മളെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ പ്രദേശവാസികളെല്ലാം നമ്മളെ ക്ഷേത്രത്തിൽ വരണം. ക്ഷേത്രം എന്ന് പറയുന്ന നാടിന്റെ ഐശ്വര്യമാണ്. നമുക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തി ഈശ്വരനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് എനിക്കുണ്ട്. എന്റെ ജീവിതത്തിൽ അനുഭവം. 23 വർഷമായി ഞാൻ കൊട്ടാരക്കര ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ എന്നെ പണിയാവുന്ന പരമാവധി അങ്ങേ അറ്റത്ത് ഇങ്ങേ അറ്റത്തും പണിതു. പടിഞ്ഞാറ്റിക്കര മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് എനിക്കൊരു ഷാൾ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 3.5 വർഷമായിട്ട് പടിഞ്ഞാറ്റിക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റാണ്. ആ ക്ഷേത്രത്തിനകത്ത് എന്നെ കൊണ്ട് കഴിയുന്ന രീതി എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗണപതി ക്ഷേത്രത്തിൽ അന്നദാനം കൊണ്ടുവന്ന ഞാനാ 5 വർഷം. കാരണം എന്നെയൊക്കെ പുച്ഛം. കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യം ഇനിയിപ്പോ ഞാൻ എന്റെ സമുദായത്തിൽ SNDP കാരനായി ജനിച്ചോണ്ടായിരിക്കും എന്നെ പുച്ഛം. എന്ത് ചെയ്യാൻ എന്റെ അച്ഛനും അമ്മയും ആ ഒരു സമുദായമായി പോയി. ഇനി അടുത്ത ജന്മത്ത് പോകാം വേറെ സമുദായം. എനിക്കിപ്പോ ഒരു ITR 46 പരാതി കൊട്ടാരക്കരയിൽ നിന്ന് പോയി. 46 പരാതി. അത്ര സ്നേഹമുള്ള ഒരു ഷാൾ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും അടിച്ച് എന്തെല്ലാം പറയാമെന്ന് പരമാവധി പറഞ്ഞു. കൊലശ്ശേരത്ത് അമ്പലത്തിൽ 56 ഷാൾ ഇട്ടു. ഒരു കുഞ്ഞുങ്ങളൊന്നും മിണ്ടിയില്ല. പടിഞ്ഞാറ്റിക്കര അമ്പലത്തിൽ എനിക്ക് ഷാളിട്ടപ്പോ പ്രശ്നമായി. ഞാൻ പറഞ്ഞില്ല, ഷാളിടാൻ ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ ഉത്സവ പരിപാടിയും ക്ഷേത്ര പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയും എല്ലാം നിർത്താൻ തീരുമാനിച്ചു. കാര്യം എന്തുകൊണ്ടാണ് അറിയാം? എന്തിനാ ആവശ്യമില്ല വിവാഹത്തിൽ ചെന്നപ്പെടുന്നേ? ഒന്നും മിണ്ടാതെ നമ്മളിരുന്ന ഒരു കുഴപ്പമല്ലോ. ഈ നാട്ടിൽ എത്രയോ പേരുണ്ട്, എത്ര സമ്പത്തുള്ള ആൾക്കാരുണ്ട്. ആർക്കെന്ത് ചെയ്യുന്നു? 10 പൈസ പോലും ഒരു മനുഷ്യന് കൊടുക്കുന്നോ? ക്ഷേത്രത്തിൽ പോയാൽ 100 രൂപ ഇടുന്നോ? 5 ഇടുന്നോ? ഇടുന്നില്ല. ഒരാൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല. എനിക്ക് പ്രത്യേക കക്ഷിരാശിയല്ല, സമുദായമല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്നു. അവസാനം ലാസ്റ്റ് നമ്മളെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും നമ്മളെ എല്ലാം മേടിക്കുകയും ചെയ്യും, ഇരുന്നിട്ട് നമ്മളെ എങ്ങനെ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യും. കൊട്ടാരക്കര മടുത്ത്. അതുകൊണ്ട് കൊടിമരം ചെയ്യേണ്ട ഒരു ചടങ്ങോടെ ചെയ്തിട്ട് ഇവിടുന്ന് വിറ്റ് പറക്കി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാ. കാരണം ഇത് തോറ്റുപോവല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. ഞാൻ പാറ വന്നിട്ടുണ്ട്, തട്ടിന്റെ പണി ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് പണി ചെയ്തിട്ടുണ്ട്. എന്തോ ആശയമാണ്. ഞാൻ കക്കാൻ പാടില്ല, മോട്ടിക്കാൻ പാടില്ല, പിടിച്ചു പറിക്കാൻ പാടില്ല. ആരെങ്കിലും പറയട്ടെ, ഏതെങ്കിലും ഒരുത്തം പറയട്ടെ, ഞാൻ ആരെങ്കിലും കൈ കെട്ടി മേടിച്ച് കൊടുക്കണം. പിന്നെ ഈ പരിപാടിക്ക് വന്ന് ഇങ്ങനെ പറയേണ്ട ഒരു അവസരം എനിക്ക് പഴയ അമ്മ പറയുന്നതാ, നീ ഇവിടെ വരണം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയണം. ഞാൻ എത്ര എന്റെ മനസ്സ് നന്നിട്ടാ പറയുന്നത്. ഇന്ന് അമ്മയുടെ മുമ്പിൽ പറയുന്ന സങ്കടം. എന്റെ ഓരോ കണ്ണീരിനും എന്നെ ആക്ഷേപിച്ചവർക്കെല്ലാം അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ദൈവം ഉണ്ടെങ്കിൽ ഈശ്വരൻ 100% വിശ്വസിക്കുന്ന വ്യക്തിയാ. എന്നും രാവിലെ 3:30 എണ്ണിച്ച് രാവിലെ അമ്പലത്തിൽ പോകും. ഇന്ന് 3000 കുടുംബം എന്നെ കൊണ്ട് കഴിയുന്നത്. ഇവിടെ ആർക്കെങ്കിലും ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കുറ്റം പറഞ്ഞാൽ കാര്യമില്ല. 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്തവരെ നേരം ആലോചിക്കും ആരെ കുറ്റം പറയും. ആ സമയത്ത് സന്ധ്യാവം എടുത്ത് ജപിക്കണം, അല്ലെങ്കിൽ ക്ഷേത്ര ദേവാലയങ്ങളിൽ പോകണം. ഈ ദേവാലയങ്ങൾ എന്തിനാ? നാടിന്റെ ഐശ്വര്യം എന്ന് പറയാൻ നമ്മളെ വിഷമവും പ്രയാസവും ഭഗവാനെടുത്ത് പറയുന്നവർക്ക് അതിന്റെ ഐശ്വര്യം ഉണ്ടാകത്തേ ഉള്ളൂ.